ഈശ്വര, ഞാനിപ്പോ എന്താ ചെയ്യാ? സച്ചിൻ എന്നോട് നല്ല ദേഷ്യത്തിലാണെന്ന് തോന്നുന്നു. അവൾ എടുക്കാത്തിയാ, മനഃപൂർവ്വം എടുക്കാത്തിയാ, എനിക്കറിയാം. സച്ചിന്റെ സങ്കടം കേൾക്കാൻ എനിക്ക് വയ്യ. തൽക്കാലം സൈലന്റ് ആക്കി വെക്കാം, അത് മാത്രമേ മാർഗമുള്ളൂ. നമ്മുടെ കമ്പനിയിൽ ഇതുവരെ ബോണസിന് വേണ്ടിയുള്ള സമരമൊന്നും ഉണ്ടായിട്ടില്ല. ഇക്കാര്യം തന്നെ ഇപ്പൊ പറയുന്നേ? അതിനുള്ള ചർച്ചകളൊന്നും നടന്നിട്ടില്ലല്ലോ. സമയമാവുമ്പോ തൊഴിലാളികളുമായി ഞങ്ങൾ സംസാരിച്ചോളാം. അവന്തികേടത്തി അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. കമ്പനി കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കോളാം. കമ്പനിയുടെ MD അച്ഛനാണെങ്കിലും അച്ഛന്റെ സ്ഥാനത്തിരുന്ന് കാര്യങ്ങൾ തീരുമാനിച്ചിരുന്നത് നന്ദേട്ടനായിരുന്നു. ഇപ്പോഴത്തെ അവസ്ഥയിൽ നന്ദേട്ടന്റെ ഭാര്യ എന്ന നിലയ്ക്ക് എനിക്കും അത് തീരുമാനിക്കാനുള്ള അർഹതയുണ്ട്. അർഹതയുടെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ. നന്ദേട്ടനില്ലാത്തപ്പോ കമ്പനിയുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഞങ്ങളുണ്ടല്ലോ. അവന്തിക്കേടത്തി ഇതിൽ ഇടപെടാതിരിക്കുന്നതായിരിക്കും നല്ലത്. അതിന് നിന്നോടാരും അഭിപ്രായം ചോദിച്ചില്ലല്ലോ. തലയിരിക്കുമ്പോ വാലാടണ്ട. അഭിപ്രായം പറയാൻ അച്ഛനുണ്ട്. ധനുഷ് അഭിപ്രായം പറഞ്ഞാൽ എന്താ കുഴപ്പം? നിങ്ങൾക്ക് ഈ വീട്ടിലുള്ള അതേ സ്ഥാനം തന്നെയാ എന്റെ ഭർത്താവിന് ഈ വീട്ടിലുള്ളത്. അതിൽ കൂടുതലുമില്ല, കുറവുമില്ല. ആ, നന്ദേട്ടന്റെ അധികാരം നന്ദേട്ടന് മാത്രമുള്ളതാ. അത് മറ്റാർക്കും തീരെഴുതി കൊടുത്തിട്ടില്ല. അതുപോലെ തൽക്കാലം കമ്പനിയുടെ കാര്യങ്ങള് ഞങ്ങളെല്ലാം കൂടി തീരുമാനിച്ചോളാം. ഏട്ടത്തി അതിൽ ഇടപെടണ്ട. അത് അച്ഛൻ പറയട്ടെ. അച്ഛൻ എന്താന്നും മിണ്ടാത്തെ? അങ്ങനെ എന്തെങ്കിലും തീരുമാനമുണ്ടോ? അല്ല, അത് പിന്നെ കമ്പനിയുടെ പൊതുവായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ അവന്തികയെ കൂടി ഞാൻ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. മാർക്കറ്റിംഗിന്റെ അക്കൗണ്ട്സിന്റെ മേൽനോട്ടം കൂടി ഇനി അവന്തികയ്ക്കായിരിക്കും. അതിന്റെ ആവശ്യമില്ല. മാർക്കറ്റിംഗിന്റെ കാര്യങ്ങൾ മുഴുവൻ നോക്കുന്നത് ഇപ്പൊ ധനുഷ. തൽക്കാലം അവിടെ മറ്റൊരാളുടെ ആവശ്യമില്ല. ധനുഷിന്റെ അധികാരത്തിന് മേളിലിരുന്ന് ഭരിക്കാൻ ആർക്കും അധികാരം കൊടുക്കണ്ട. ചിലരുണ്ടാക്കിയാലേ ദോശ ശരിയാവൂ, ചിലരുണ്ടാക്കിയാലേ കറി ശരിയാവൂ. സച്ചി, ഇതൊക്കെ ആര് വിചാരിച്ചാലും കൂട്ടിയാ കൂടുന്ന കാര്യങ്ങളാ. ചിലരൊക്കെ പടിയിറങ്ങിപ്പോയാ ഈ വീടിന്റെ മേൽക്കൂര തകർന്ന് നിലം പൊത്തുന്നായിരുന്നല്ലോ എല്ലാവരും പറഞ്ഞോണ്ടിരുന്നത്. എന്നിട്ടിപ്പോ എന്തായി? ഒന്നും സംഭവിച്ചില്ല. എല്ലാം പഴയതിനേക്കാൾ ഭംഗിയായി നടക്കുന്നു. പിന്നെ സച്ചി ആഹാരം കഴിക്കാത്തത് വിശപ്പില്ലാഞ്ഞിട്ടല്ല, അർച്ചന ഈ വീട്ടിലില്ലാഞ്ഞിട്ടുമല്ല.
കമ്പനി കാര്യങ്ങളിൽ ഇടപെടാൻ അച്ഛൻ എനിക്ക് അധികാരം തന്നതിലുള്ള എതിർപ്പ്. അച്ഛനോട് മറുപടി പറയാൻ വയ്യാത്തതുകൊണ്ടാ ഡൈനിങ് ടേബിളിൽ നിന്ന് സച്ചി എഴുന്നേറ്റ് പോയത്. ത്തോടാ താല്പര്യം. സച്ചേട്ടൻ എഴുന്നേറ്റ് പോയത് എന്തുകൊണ്ടാണെന്ന് എല്ലാവർക്കും അറിയാം. അതിന് ഹോട്ടൽ ഫുഡിന്റെ പേരിലുള്ള വിശദീകരണമൊന്നും വേണ്ട. എത്ര നാളിങ്ങനെ ഹോട്ടലിൽ നിന്ന് കഴിക്കുമെന്ന് നമുക്കൊന്ന് അറിയണമല്ലോ. ആതിരെ,